ഹലോ നമസ്കാരം SLC മക്കളെ. നമ്മളിന്ന് ജോഗ്രഫിയുടെ മറ്റൊരു ക്ലാസ് എടുക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജോഗ്രഫിക് GIS ഭൂവിവരവ്യവസ്ഥ ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. എന്താണ് ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം? ഭൂവിവരവ്യവസ്ഥ. അപ്പം എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഡെഫിനിഷൻ നോക്കാം. അപ്പോൾ ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് system by which the data collected from the sources of information like maps, aerial photographs, satellite imageries, then tablets, surveys, etc. are incorporated into the computer using softwares which are retrieved, analyzed and displayed in the form of maps, tablets and graphs. അപ്പോൾ ഇവിടെ ഇതൊരു കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലൂടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത വിവര സഞ്ചയ വ്യവസ്ഥയിലൂടെ, അങ്ങനെയാണ് അത് മലയാളത്തിൽ പറയുന്നത്. കമ്പ്യൂട്ടർ അധിഷ്ഠിത വിവര സഞ്ചയ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ വിവരം കളക്ട് ചെയ്യുകയും അത് ശേഖരിക്കുകയും എവിടെ നിന്നാണ്? സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ, സ്രോതസ്സുകളിൽ നിന്ന്. എങ്ങനെയുള്ള സ്രോതസ്സുകളാണ്? മാപ്പ്, ഭൂപടങ്ങൾ, ഏരിയൽ ഫോട്ടോഗ്രാഫ്, ആകാശ ചിത്രങ്ങൾ, സാറ്റലൈറ്റ്സ്, ഉപഗ്രഹങ്ങൾ, ഇമാജറീസ്, ഗ്രാഫുകൾ, ടാബ്ലറ്റ്, പട്ടികകൾ, പിന്നെ സർവേകൾ. അപ്പോൾ ഇതിലെല്ലാം എക്സെട്രാ ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ. അപ്പോൾ ഇതെല്ലാം കമ്പ്യൂട്ടർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിൽ പിന്നെ സഞ്ചിതമാക്കിയിട്ടുണ്ടാകും. അപ്പോൾ അതെങ്ങനെയാണ് സഞ്ചിതമാക്കിയിരിക്കുന്നത്? യൂസിങ് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചാണ്. വിച്ച് ആർ റിട്രീവ്ഡ്. അങ്ങനെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നൽകിയിരിക്കുന്ന ഈ വിവരങ്ങളെല്ലാം റിട്രീവ്ഡ്, വീണ്ടെടുത്ത് ആനലൈസ് ചെയ്യും, വിശകലനം ചെയ്യും, ആൻഡ് ഡിസ്പ്ലേഡ്, എന്നിട്ട് തന്നെ നമ്മുടെ മുമ്പിൽ എത്തിക്കും. ഇൻ ദ ഫോം ഓഫ് മാപ്സ്, ടാബ്ലറ്റ്സ് ആൻഡ് ഗ്രാഫ്. അപ്പോൾ ഗ്രാഫിലൂടെയും പട്ടികയിലൂടെയും ഭൂപടങ്ങളിലൂടെയും അത് തിരിച്ച് നമ്മുടെ മുമ്പിൽ വിവരമായിട്ട് എത്തും. അപ്പോൾ ഇതിനെയാണ് ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് 3 പോയിൻ്റാണ്. ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് information management system by which the data collected from, എവിടെ നിന്നാണ് ഡാറ്റ കളക്ട്? അപ്പോൾ അതിലൂടെ ഡാറ്റ കളക്ട് ചെയ്യുന്നു. എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? കളക്റ്റഡ് ഫ്രം ദി സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ലൈക്ക് മാപ്സ്. സ്രോതസ്സുകൾ, നമുക്ക് വിവര സ്രോതസ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ അവിടെ ഫോട്ടോ പിന്നെ എടുത്തു വച്ചിരിക്കുന്ന ഈ ഏരിയൽ നമ്മുടെ നേരത്തെ പഠിച്ച വിദൂര സംവേദകത്തിലൊക്കെ എടുത്ത് വെച്ച ഫോട്ടോകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആ സോഴ്സസ് എന്ന് പറയുന്നത് ഭൂപടങ്ങളുണ്ടാവും, ആകാശീയ ചിത്രങ്ങളുണ്ടാവും, സാറ്റലൈറ്റ് ഉപഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ ഇതിലെല്ലാം ഈ വിവര സാങ്കേതിക വിവരങ്ങളുണ്ടാവും. ഇമേജറീസ്, പിന്നെ ഗ്രാഫുകൾ, അത് കഴിഞ്ഞാൽ പട്ടികകൾ, സർവേകൾ. അപ്പോൾ ഇതെല്ലാം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിലെല്ലാം പിന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിനെ വീണ്ടെടുക്കും. ഇറ്റ്സ് ആർ റിട്രീവ്ഡ്, ആനലൈസ്ഡ് ആൻഡ് ഡിസ്പ്ലേസ്ഡ് ഇൻ ദ ഫോം ഓഫ് മാപ്സ്, ടാബ്ലറ്റ്സ് ആൻഡ് ഗ്രാഫ്. അങ്ങനെ വീണ്ടെടുത്തിട്ട് വീണ്ടും അതിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഷോ കാണിക്കുക. എങ്ങനെയാണ്? ഇൻ ദ ഫോം ഓഫ് മാപ്പ്. അത് വീണ്ടും മാപ്പിലൂടെയും പട്ടികയിലൂടെയും ഗ്രാഫിലൂടെയും. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം റിട്രീവ് ചെയ്ത് വീണ്ടും അതിനെ മാപ്പിലൂടെയും ടാബ്ലറ്റിലൂടെയും ഗ്രാഫിലൂടെയും കാണിക്കുന്നതാണ് ഈ ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഒന്നുകൂടെ, ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ബൈ വിച്ച്, അതിലൂടെ എന്തൊക്കെ ചെയ്യുന്നു? ദ ഡാറ്റ കളക്റ്റഡ് ഫ്രം ദ സോഴ്സസ്, ആ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ, വിവര സാങ്കേതിക സ്രോതസ്സുകൾ എന്തൊക്കെയെന്ന് ആണ്? മാപ്പുകൾ, ഏരിയൽ ഫോട്ടോഗ്രാഫ്, സാറ്റലൈറ്റ്സ്, ഇമേജറീസ്, പിന്നെ ടാബ്ലറ്റ്സ്, അത് കഴിഞ്ഞാൽ സർവേകൾ, എക്സെട്രാ ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ ഇൻകോർപ്പറേറ്റഡ് ഉണ്ടാകുന്നതെല്ലാം യൂസിങ് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചാണ് എല്ലാം അതിൽ കമ്പ്യൂട്ടറിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. വിച്ച് പിന്നിട്ട് ദേ ആർ, നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സെൻറ്റൻസ് ആയിട്ടും, ദെൻ ദേ ആർ റിട്രീവ്ഡ്,
analyzed and displayed in the form of maps, tablets and graph. 3 സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിന് 3 സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. GIS is a computer based information management system. GIS is a computer based information management system. GIS എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അധിഷ്ഠിത വിവര സഞ്ചയ വ്യവസ്ഥയാണ്. ബൈ ഇറ്റ് ഇതിലൂടെ ബൈ ഇറ്റ് ദ ഡാറ്റ കളക്റ്റഡ് അല്ലെങ്കിൽ ത്രൂ വിച്ച് എന്ന് എഴുതാണ്. ത്രൂ വിച്ച് ദ ഡാറ്റ കളക്റ്റഡ് ഡാറ്റാസ് ആർ കളക്റ്റഡ് ഫ്രം ദ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ലൈക്ക് മാപ്സ്, ഏരിയൽ ഫോട്ടോഗ്രാഫ്സ്, സാറ്റലൈറ്റ്സ്, ഇമേജറീസ്, ടാബ്ലറ്റ്സ് ആൻഡ് സർവേസ്. ഇപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസ് എങ്കിലും ഇംഗ്ലീഷിൽ എഴുതുന്നൊരു സിമ്പിളായിട്ട് എഴുതിക്കൊള്ളൂ. ബൈ വിച്ച് എന്ന് രണ്ടാമത്തെ സെൻറ്റൻസ് എഴുതുമ്പോൾ ത്രൂ വിച്ച് എന്ന് എഴുതാം, അല്ലെങ്കിൽ ദ ഡാറ്റാസ് ആർ കളക്റ്റഡ് അങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതിക്കും. ഡാറ്റാസ് ആർ കളക്റ്റഡ് ഫ്രം ദ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ലൈക്ക് മാപ്സ്, ഏരിയൽ ഫോട്ടോഗ്രാഫ്, സാറ്റലൈറ്റ്സ്, ഇമേജറീസ്, ടാബ്ലറ്റ്സ്, സർവേസ് എക്സെട്ര. And these are incorporated into the computer. These are computer incorporate ചെയ്യും. These are incorporated into the computer using softwares. അപ്പോൾ സോഫ്റ്റ്വെയർ വെച്ച് എല്ലാത്തിനെയും കമ്പ്യൂട്ടറിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യും. These are incorporated into the computer using softwares. Then they are retrieved, analyzed and displayed in the form of maps, tablets and graph. അപ്പോൾ ഇതാണ് GIS. അതിൻ്റെ മലയാളത്തിൽ ഷോർട്ട് ഇങ്ങനെ ചുരുക്കി ഷോർട്ട് ഫോമായിട്ട് പറഞ്ഞുതരാം. GIS ഭൂവരവസ്ഥ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അധിഷ്ഠിത വിവരസഞ്ചയ വ്യവസ്ഥയാണ്. അപ്പോൾ ഇതിലൂടെ ഗ്രാഫുകൾ, ഉപഗ്രഹങ്ങൾ, ആകാശ ചിത്രങ്ങൾ, ഭൂപടങ്ങൾ, സർവേകൾ, പിന്നെ അത് കഴിഞ്ഞാൽ പട്ടികകൾ എന്നിവരുള്ള വിവരങ്ങളെല്ലാം ഇതിൽ കളക്ട് ചെയ്യും, ഇതിൽ ശേഖരിക്കുന്നു. അതിനുശേഷം ഇവയെല്ലാം കമ്പ്യൂട്ടറിൽ സംയോജിപ്പിക്കുന്നു, അല്ലെങ്കിൽ വിക്ഷേപിക്കുന്നു എന്ന് എഴുതാനും പറയാം, അല്ലെങ്കിൽ സംരക്ഷിക്കുന്നു എന്ന് എഴുതാനും പറയാം. ഇൻകോർപ്പറേറ്റ് എന്ന വാക്ക് മലയാളത്തിൽ കിടക്കുന്നത് അങ്ങനെ, വേറെ ഏതെങ്കിലും പദത്തിൽ കിടക്കുന്നത് അങ്ങനെ എഴുതിക്കുള്ളൂ. അതെല്ലാം കമ്പ്യൂട്ടർ സോഫ്റ്റ് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൽ നിക്ഷേപിക്കുന്നു. പിന്നീട് തന്നെ വീണ്ടെടുത്ത് വിശകലനം ചെയ്ത് നമ്മുടെ മുമ്പിൽ ഭൂപടങ്ങളായും പട്ടികകളായും ഗ്രാഫുകളായും തിരിച്ചെത്തുന്നു. ഇതാണ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ ഇതിനെങ്ങനെയാണെന്നുള്ള ഒരു മാപ്പുണ്ട്. നിങ്ങൾക്ക് മാപ്പ് അവിടെ ഫിഗർ 6:13 ഫിഗർ ശ്രദ്ധിക്കുക. 6:13 എന്ന് ഫിഗർ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഏതാണ്ട് സ്കെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങേറ്റത്ത് കിടക്കുന്ന പടത്തിൽ ഇങ്ങേറ്റത്ത് കിടക്കുന്നതാണ് വിവരങ്ങൾ, നമുക്ക് അടിസ്ഥാനമായിട്ടുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം CD-യിലൂടെയും സ്കാനറിലൂടെയും, ഇതൊക്കെ സ്കാനറിൻ്റെ സിമ്പിളാണ്, ക്യാമറ, സ്കാനർ, CD. അപ്പോൾ ഇതെല്ലാം ഇവിടെ നിന്ന് കിട്ടുന്ന റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ വിദൂര സംവേദനങ്ങളിലൂടെ കിട്ടുന്ന ഈ ഫോട്ടോകൾ CD-യിൽ സ്കാനേഴ്സ് എല്ലാം പകർത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെ നേരെ ഡാറ്റ എൻട്രി ചെയ്യാണ്. കണ്ടോ, ഡാറ്റ എൻട്രി ചെയ്യാണ് നേരെ. ഇത് ഡാറ്റ സ്റ്റോറേജ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണുന്ന CPU ഉണ്ടല്ലോ, CPU അറിയാമല്ലോ അല്ലേ? കമ്പ്യൂട്ടറിൻ്റെ പാർട്സൊക്കെ അറിയാമല്ലോ അല്ലേ? ഞാൻ എന്നെ കാട്ടുന്നതൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഇതിൽ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഈ ഡാറ്റ സ്റ്റോറേജ് ഇവിടെ നടത്തുന്നു. അപ്പോൾ റിമോട്ട് സെൻസിങ് വിദൂര സംവേദനങ്ങളിലൂടെ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഈ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പല രീതിയിലും 2-3 ഈ സൺ സിങ്ക്രോണസ് സൗര യുഗത്തിലെയും, പിന്നെ അതുപോലെ തന്നെ ഏരിയൽ റിമോട്ട് സെൻസിങ് തന്നെ 2 പഠിച്ചല്ലോ, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്ങും, പിന്നെ അതുപോലെ തന്നെ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്സും, പിന്നെ സൺ സിങ്ക്രോണസ് സാറ്റലൈറ്റ്സും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്ന ഡാറ്റ കളക്ഷൻസൊക്കെ നേരെ ഇവർ CD-യിലും സ്കാനേഴ്സിലും ഒക്കെ അതിലുണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിമോട്ട് സെൻസിങ് എങ്ങനെ എടുക്കണമെന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഈ ഡാറ്റാസ് എല്ലാം നേരെ ഇവിടെ
CPU വിക്ഷേപിക്കുന്നു. അപ്പോൾ ഡാറ്റ സ്റ്റോർഡ് from the CD's scanners. Then they are entered in several layers. എന്നിട്ട് ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇതെല്ലാം നേരെ പല പല ലെയറിലായിട്ട് 1, 2, 3 ലെയറിലായിട്ട് എൻട്രി ചെയ്യാണ്. അപ്പോൾ എൻട്രി ചെയ്തതിന് ശേഷം അപ്പോൾ ഇതിനെ it will be manipulated. The data will be manipulated by support of computers and softwares. അപ്പോൾ ഇതിനെ പരിവർത്തനം ചെയ്യും. ഈ വിവരങ്ങളെല്ലാം പരിവർത്തനം ചെയ്യും. And then it will be analyzed. അതിനെ പരിവർത്തനം ചെയ്തതിന് വിമർശനാത്മകമായിട്ട് പരിശോധിക്കും. എന്നിട്ട് ആ ഇൻഫർമേഷൻ നേരെ ഇങ്ങോട്ട് പകർത്തിയിട്ട് ഇതിൻ്റെ നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് എന്ന് കാണും. അപ്പോൾ ഇതിൻ്റെ വിവരങ്ങളെല്ലാം പല ലേയേഴ്സ് ആക്കിയിട്ട് നേരെ ഇവിടെ പകർത്തിയ ശേഷം ഇതിനെ വീണ്ടും ഉൽപ്പന്നങ്ങളായിട്ട് മാറും. ആ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ നേരത്തെ ലാസ്റ്റ് പഠിച്ചത് ഇൻ ദ ഫോം ഓഫ് മാപ്സ് ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൽ പ്രോഡക്ട്സ് ആയിട്ട് മാറുന്നത് മാപ്പുകളായിട്ടും ഡിജിറ്റൽ തെളിവുകളായിട്ടും ഡിജിറ്റൽ ഇൻഫർമേഷനായിട്ടും അതായത് സംഖ്യാ വിവരങ്ങളായിട്ടും പിന്നെ ടാബ്ലറ്റ് സമ്മറീസും പട്ടികളായിട്ടും നമുക്ക് തിരിച്ചു കിട്ടും. ഇതാണ് ജിയോ ഇൻഫർമേഷൻ സിസ്റ്റം. ഇത് വളരെ ഈ പടം വെച്ച് പഠിക്കുന്ന എളുപ്പമായിരിക്കും. അപ്പോൾ ദ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ദ ഡാറ്റാസ് ആർ എൻറ്റേർഡ് ഇൻ ദി സ്കാനേഴ്സ് ആൻഡ് CDs and these are the input ഡിവൈസസ് ആണ് ഇതൊക്കെ. അപ്പോൾ CD സ്കാനേഴ്സിനൊക്കെ ഇൻപുട്സ് ഡിവൈസ് എന്ന് പറയും. അപ്പോൾ ഫ്രം ദ ഇൻപുട്ട് ഡിവൈസസ് ദീസ് ആർ ദെൻ കെപ്റ്റ് എൻറ്റേർഡ് ഇൻ ദി ഡാറ്റ സ്റ്റോറേജ്. ഇവിടെ CPU എന്നല്ല പറയുന്നത്, ഡാറ്റ സ്റ്റോറേജ് എന്ന് പറയുന്നത്. And from data storage they are then transmitted അല്ലെങ്കിൽ entered അല്ലെങ്കിൽ then sent to various layers. And here in the layers the data are manipulated, analyzed. Then the information passed into the analyzed and manipulated information were sent to the information system as answers. They are then transformed into products. Like maps, digital, tabular, summaries, etc. ആ പടം വെച്ച് പഠിക്കാനെങ്കിൽ എളുപ്പമായിരിക്കും. ഇതാണ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ രീതി. അപ്പോൾ ഒന്നുകൂടെ ആ മാപ്പ് നോക്കുക. എൻ്ററിങ് ബേസിക് ഡാറ്റ ഇൻ ടു കമ്പ്യൂട്ടർ യൂസിങ് ഡാറ്റ ഇൻപുട്ട് ലൈക്ക് CDs സ്കാനേഴ്സ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മുടെ ഈ ജിയോഗ്രഫിക് ഭൂഗോളവ്യവസ്ഥയിൽ ആദ്യം ചെയ്യുന്നത് നമ്മൾ വിവരങ്ങളെല്ലാം ഇൻപുട്ട് സർവീസുകളായ സങ്കേതങ്ങൾ, മലയാളത്തിലാണ് സങ്കേതങ്ങൾ പറയും, സങ്കേതങ്ങളായ CDയിലും സ്കാനേഴ്സിലും ഒക്കെ കളക്ട് ചെയ്തിട്ട് അത് വളരെ വേരിയസ് പാളികളാക്കി ക്യാൻ ബി ക്രിയേറ്റഡ്. അതിനെ നമ്മൾ ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന പാളികളാക്കിയാണ്. അതിനിടയ്ക്ക് ഇത്രയും ഇതുണ്ട്. ഇൻപുട്ട് സർവീസുകൾ സങ്കേതങ്ങളായ സ്കാനറിലും CDയിലും ഒക്കെ വിവരങ്ങളെല്ലാം ശേഖരിച്ചിട്ട് നേരെ ഡാറ്റ സ്റ്റോറേജിൽ ഡാറ്റ സൂക്ഷിക്കുന്നു. ഡാറ്റ സൂക്ഷിക്കുന്നിടത്ത് അതിനെ എൻട്രി ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ സെൻഡ് ചെയ്യുന്നു, അയക്കുന്നു. അവിടെ നേരെ പല പാളികളായിട്ട് അയക്കുന്നു, ലേയേഴ്സിൽ അയക്കുന്നു. അവിടെ വെച്ച് വിവരങ്ങളെല്ലാം പരിവർത്തനം ചെയ്ത് വിശകലനം ചെയ്യുന്നു. എന്നിട്ട് നമുക്കത് വിവരമായിട്ട് നമുക്ക് അതിനെ ലഭിക്കുന്നു. ഈ വിവരങ്ങളെ ഉൽപ്പന്നങ്ങളായിട്ട് മാറ്റുന്നു. ആ ഉൽപ്പന്നങ്ങൾ മാപ്പ് ഭൂപടങ്ങളായിട്ടും സംഖ്യാ രേഖകളായിട്ടും പട്ടികളായിട്ട് ലഭിക്കുന്നു. ഇതാണ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പുസ്തകം പഠിക്കാതെ തന്നെ ഈ പടം വെച്ചുകൊണ്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഓക്കെ. അപ്പം നമ്മുടെ ആവശ്യം അനുസരിച്ച് ഈ ഉൽപ്പന്നങ്ങളായിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഒന്നുകൂടെ the data are collected in the inputs devices like CD scanners, then entered in the data storage. The data stored in the data storage is then transmitted into layers, and in the layers the data are manipulated and analyzed. Then it is passed as information system. Then according to our needs, it is transformed into products. It is transformed into products like maps, digital and tabular summaries. പട്ടിക ആയിട്ട് മാറ്റുന്നു. അപ്പോൾ എളുപ്പം മനസ്സിലായി.
ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ അതിൽ ഇനി ക്ലിയർ വേറെ ഒന്നുമില്ല. അതാണ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഇനി എന്തെങ്കിലും അതിൽ പടം വരച്ച് പറഞ്ഞതുകൊണ്ട് വളരെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടാവും. ഇനി അടുത്തത് ഇതിൻ്റേത് തന്നെയാണ്. ഓൾ ഡാറ്റ അനലൈസ്ഡ് വിത്ത് GIS ആർ ബേസ്ഡ് ഓൺ 2 kinds ഓഫ് ഡാറ്റ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ഡാറ്റ വിശകലനമല്ല, 2 രീതിയിൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഒന്ന് സ്പാഷ്യൽ ഡാറ്റ, രണ്ട് ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഓൾ ഡാറ്റ അനലൈസസ് വിത്ത് GIS. അപ്പോൾ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെ നമ്മൾ വിശകലനം ചെയ്യുന്ന വിവരങ്ങളെല്ലാം 2 രീതി വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ്. ബേസ്ഡ് ഓൺ 2 kinds ഓഫ് ഡാറ്റ. അതിനാണ് ഒന്ന് സ്പാഷ്യൽ ഡാറ്റ, രണ്ടാമത്തത് ആട്രിബ്യൂട്ട്സ്. സ്പാഷ്യൽ ഡാറ്റ മലയാളത്തിലാണെങ്കിൽ സ്ഥാനീയ വിവരങ്ങൾ എന്ന് പറയും. സ്ഥാനീയ വിവരങ്ങൾ. മറ്റാണെങ്കിൽ വിശേഷണങ്ങൾ എന്ന് പറയും. സ്ഥാനീയ വിവരങ്ങളും വിശേഷണങ്ങളും. എന്താണ് സ്ഥാനീയ വിവരങ്ങൾ? സ്പാഷ്യൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈച്ച് ഓബ്ജക്റ്റ് ഓർ ഫീച്ചർ ഓൺ ദ എർത്ത് സർഫസ് ഹാസ് ഇറ്റ്സ് ഓൺ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോങ്ങിറ്റ്യൂഡിനൽ പൊസിഷൻ. അപ്പോൾ ഓരോ ഓബ്ജക്റ്റിനും, വസ്തുവിനും, അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പ്രത്യേക സവിശേഷത, അതിൻ്റെ പ്രത്യേകത, ഓൺ എർത്ത് സർഫസ്, ഭൂതലത്തിലെ ഓരോ വസ്തുവിനും അതിൻ്റേതായ സവിശേഷതകൾ, അതിൻ്റെ സ്ഥാനവും ഉണ്ടാവും. ഇറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോങ്ങിറ്റ്യൂഡിനൽ, ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോങ്ങിറ്റ്യൂഡിനൽ പൊസിഷനാണ്. അപ്പോൾ അക്ഷാംശ രേഖാംശ സ്ഥാനമനുസരിച്ച് അതിന് ഭൂതലത്തിലെ ഓരോ വസ്തുവിനും ഒരു പ്രത്യേകത ഉണ്ടാകും. അതാണ് ആദ്യ സെൻറ്റൻസ്. അപ്പോൾ ഓരോ ഓബ്ജക്റ്റിനും പ്രത്യേകത ഉണ്ടാകും. ഇൻ അക്കോർഡൻസ് വിത്ത് ദ പൊസിഷൻ ഓഫ് ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോങ്ങിറ്റ്യൂഡിനൽ പൊസിഷൻ. അപ്പോൾ അക്ഷാംശ രേഖാംശ സ്ഥാനത്തിനനുസരിച്ച് ഭൂതലത്തിലെ ഓരോ വസ്തുവിനും സവിശേഷത ഉണ്ടാകും. സച്ച് പൊസിഷൻ ആർ ആൾസോ ഗിവൺ ഇൻ മാപ്സ് വൈൽ പ്രിപ്പയറിംഗ്. അപ്പം ഭൂപടങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ സ്ഥാനം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ സച്ച് പൊസിഷൻസ് ആർ എൻറ്റേർഡ് വൈൽ പ്രിപ്പയറിംഗ് ദ മാപ്സ്. ഇനി ദ ഫീച്ചേഴ്സ് ഓഫ് ദി എർത്ത് സർഫസ് ഹാവിംഗ് എ സ്പെസിഫിക് ലൊക്കേഷൻ. ദ ഫീച്ചേഴ്സ് ഓഫ് ദി എർത്ത് സർഫസ്. അപ്പോൾ ഭൂതലത്തിലുള്ള വസ്തുവിൻ്റെ ആ ഒരു പ്രത്യേകത ആണ്, അതിൻ്റേതായ ഒരു സ്ഥാനത്തെയാണ് സ്പാഷ്യൽ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ സ്പാഷ്യൽ ഡാറ്റ എന്ന് പറയുന്നത് ദ ഫീച്ചേഴ്സ് ഓഫ് ദി എർത്ത് സർഫസ്, ഭൂതലത്തിലുള്ള ഓബ്ജക്റ്റിൻ്റെ സവിശേഷത, ഹാവിങ് എ സ്പെസിഫിക് ലൊക്കേഷൻ, അതിൻ്റേതായ ഒരു സ്ഥാനം, ഈസ് സ്പാഷ്യൽ ഡാറ്റ. ഇപ്പോൾ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, ഫൈൻഡ് ഔട്ട് സ്കൂൾ ലൊക്കേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വെബ്സൈറ്റ് ഭുവൻ സൈറ്റ് എടുത്ത് നിങ്ങളുടെ സ്കൂൾ ലൊക്കേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ സ്കൂളിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ സൈറ്റ് എടുക്കുകയാണെങ്കിൽ അത് ആ ലൊക്കേഷൻ, ആ സവിശേഷതയാണ് അതിൻ്റെ സ്പാഷ്യൽ ഡാറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്കൂൾ നമ്മൾ ലൊക്കേറ്റ് എടുക്കുകയാണെങ്കിൽ അത് സ്പാഷ്യൽ ഡാറ്റ എന്ന് പറയും. അപ്പോൾ ഭൂതലത്തിലെ ഓരോ വസ്തുവിനും അതിൻ്റേതായ ലോങ്ങിറ്റ്യൂഡിനൽ ലാറ്റിറ്റ്യൂഡിനൽ പൊസിഷൻ ഉണ്ട്. അപ്പോൾ അതിനറിയുന്നത് തന്നെ ഈ പൊസിഷൻ അനുസരിച്ചാണ്. അപ്പോൾ ഭൂപടം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഭൂതലത്തിലുള്ള അതിൻ്റെ ആ സ്ഥാനത്തെയാണ്, ഒരു വസ്തുവിൻ്റെ അതിൻ്റേതായ സ്ഥാനത്തെ, അല്ലെങ്കിൽ ആ സവിശേഷതമായ സ്ഥാനത്തെ, അല്ലെങ്കിൽ ആ സവിശേഷതയെ സ്പാഷ്യൽ ഡാറ്റ എന്ന് പറയും. അപ്പോൾ സ്പാഷ്യൽ ഡാറ്റ എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതൊന്നുകൂടെ ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം. ഈച്ച് ഓബ്ജക്റ്റ് ഓർ എ ഫീച്ചർ, ഒരു വസ്തു അല്ലെങ്കിൽ സവിശേഷത, ഓൺ ദ എർത്ത് സർഫസ്, ഭൂതലത്തിൽ, ഹാസ് ഇറ്റ്സ് ഓൺ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോങ്ങിറ്റ്യൂഡിനൽ പൊസിഷൻ, അതിൻ്റെതായ അക്ഷാംശ രേഖാംശ സ്ഥാനമുണ്ട്.
സച്ച് പൊസിഷൻ ആർ മാർക്ക്ഡ് ഇൻ ദി മാപ്സ് ഓയിൽ പ്രിപ്പയറിങ്. അങ്ങനെ മാപ്പ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ഥാനം മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ദ ഫീച്ചേഴ്സ് ഓഫ് ദി എർത്ത് സർഫസ് ഹാവിങ് എ സ്പെസിഫിക് ലൊക്കേഷൻ. അപ്പം അങ്ങനെ ഭൂതലത്തിലുള്ള ആ അതിൻ്റെതായ സവിശേഷതയുടെ സ്ഥാനത്തെ സ്പാഷ്യൽ ഡാറ്റ എന്ന് പറയും, സ്ഥാനീയ വിവരങ്ങൾ എന്ന് പറയും. അപ്പോൾ സ്ഥാനീയ വിവരം എന്ന് പറയുന്നത് അക്ഷാംശ രേഖാംശ സ്ഥാനമനുസരിച്ച് ഒരു ഭൂതലത്തിലെ ഒരു വസ്തുവിൻ്റെ സവിശേഷതയെ സ്പാഷ്യൽ ഡാറ്റ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ അതാണ് അതിൻ്റെ സവിശേഷത, അല്ലെങ്കിൽ ഓബ്ജക്റ്റിൻ്റെ പ്രത്യേക പൊസിഷൻ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ആരോടെടുക്കണം? ഇറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോങ്ങിറ്റ്യൂഡിനൽ പൊസിഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ ആട്രിബ്യൂട്ട്സ്, അതിൻ്റെ വിശേഷണം നോക്കാം. വിശേഷണമാണെങ്കിൽ ദി അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഈച്ച് സ്പാഷ്യൽ ഡാറ്റ. അപ്പോൾ ഒരു സ്പാഷ്യൽ ഡാറ്റ നമുക്ക് കിട്ടി, അത് ഒരു അക്ഷാംശ രേഖാംശ സ്ഥാനത്തിനനുസരിച്ചുള്ള ഒരു വസ്തുവിൻ്റെ സവിശേഷമായ സ്ഥാനത്വം ആണ് സ്പാഷ്യൽ ഡാറ്റ. അപ്പോൾ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷൻ കിട്ടും, കൂടുതലായിട്ട് വിവരങ്ങൾ കിട്ടും. അപ്പോൾ അബൌട്ട് എ ക്യാരക്ടറിസ്റ്റിക്, ആ സ്ഥാനത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചുള്ള അഡീഷണൽ ആയിട്ടുള്ള കൂടുതലായിട്ടുള്ള വിവരങ്ങൾ കിട്ടും. അപ്പോൾ അതിനെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്, വിശേഷിപ്പിക്കുക. ഇപ്പോൾ ഒരു പേന ഇങ്ങനെ ഇരിക്കുകയായിരിക്കണമെങ്കിൽ ആ പേന എന്നതിൽ കൂടെ ചിലപ്പോൾ എന്തെങ്കിലും അതിനടുത്തുള്ള സാധനങ്ങൾ എന്തെങ്കിലും കിട്ടിയായിരിക്കും, ഇതിനെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. ചിലപ്പോൾ ഞാൻ എന്നൊരു വ്യക്തി സങ്കല്പിക്കുക, ഞാൻ എന്നൊരു വ്യക്തി എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഞാനെന്നൊരു വ്യക്തി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ പേന കാണും, മൊബൈൽ കാണും. അപ്പോൾ ഈ സ്പാഷ്യൽ ഡാറ്റയുടെ കൂടെ കിട്ടുന്ന അഡീഷണൽ ഇൻഫർമേഷനാണ്. ഇതിനെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട്സ് ക്യാൻ കമ്പൈൻഡ് വിത്ത് സ്പാഷ്യൽ ഡാറ്റ. അപ്പോൾ സ്പാഷ്യൽ ഡാറ്റയും സ്ഥാനീയ വിവരങ്ങളുമായിട്ട് ആട്രിബ്യൂട്ട്സിനെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം കണ്ടു, അത് പടത്തിലൂടെ കണ്ടു, എന്താണെന്ന് കണ്ടു. അപ്പോൾ രണ്ട് രീതിയിലുള്ള വിവര ശേഖരണമാണ് നമ്മൾ മനസ്സിലാക്കി. ഒന്ന് സ്പാഷ്യൽ ഡാറ്റയും രണ്ട് ആട്രിബ്യൂട്ട്സും. അപ്പോൾ സ്പാഷ്യൽ ഡാറ്റ എന്ന് പറയുന്നത് ഭൂതലത്തിൽ ഒരു വസ്തുവിൻ്റെ പ്രത്യേകമായ സവിശേഷത അല്ലെങ്കിൽ സ്ഥാനം, അത് അക്ഷാംശ രേഖാംശ സ്ഥാനം അനുസരിച്ചായിരിക്കും. ഇത് ഭൂപടം വരയ്ക്കുമ്പോൾ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു വസ്തുവിൻ്റെ അതിൻ്റെതായ സ്ഥാനത്തെയാണ് ഭൂതലത്തിലെ ആ വസ്തുവിൻ്റെ അതിൻ്റെ സ്ഥാനത്തെയാണ് സ്പാഷ്യൽ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പാഷ്യൽ ഡാറ്റയിലൂടെ കിട്ടുന്ന കൂടുതലായിട്ടുള്ള വിവരങ്ങൾ, അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷനെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ വിശേഷണങ്ങളെന്ന് പറയും. അപ്പോൾ ഇത് നമുക്ക് ഈ ആട്രിബ്യൂട്ട്സിനെയും സ്പാഷ്യൽ ഡാറ്റയും കൂടെ നമുക്ക് സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് പഠനം നടത്താൻ കഴിയും. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞാൽ, ഇറ്റ് ഇസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം by which the data collected from the sources like എന്തൊക്കെയാണ് maps, aerial photograph, tablets, satellite imageries, other surveys, etc. are incorporated into the computer using softwares. Then it retrieved and analyzed and displayed in the form of products എന്തൊക്കെയാണ്? മാപ്പ്, ടാബ്ലറ്റ്, ഗ്രാഫ്സ് എക്സെട്ര. അതിന് മലയാളം ആണെങ്കിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത വിവര സഞ്ചയ വ്യവസ്ഥയാണ് ഇത്. പിന്നെ ആകാശീയ ചിത്രങ്ങൾ, ഉപഗ്രഹങ്ങൾ, ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, സർവേകൾ, പട്ടികകൾ എന്നിവ കിട്ടുന്ന വിവര സ്രോതസ്സുകളെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ കയറ്റുകയും അതിലൂടെ അതിനെ വീണ്ടെടുത്ത് വിശകലനം ചെയ്ത് ഭൂപടങ്ങൾ, ടാബ്ലറ്റ്, ഗ്രാഫ്സ് എന്നീ ഉൽപ്പന്നങ്ങളായിട്ട് നമ്മൾ മുമ്പിലെത്തിക്കുകയും ചെയ്യുന്നു. അത് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞിരുന്നു. CD സ്കാനേഴ്സ് എന്ന് പറയുന്ന ഡിവൈസസ് കൊണ്ട് വിവരം എടുക്കുന്നു, അത് നേരെ വിവരം സൂക്ഷിക്കലായിട്ട് മാറ്റുന്നു. അവിടെ ഡാറ്റ സ്റ്റോറേജ് വരുന്നു, അവിടെ നേരെ ലേയേഴ്സിലോട്ട് മാറ്റുന്നു. ലേയേഴ്സിൽ വെച്ച് ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. Then it is passed as information and then transformed into products like maps, etc.
ഇറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് അവർ നെസറി, നമ്മുടെ ആവശ്യം അനുസരിച്ച്. അതാണ്. പിന്നെ 2 kinds ഓഫ് ഡാറ്റ അനലൈസിങ് ഇവിടെ ഉണ്ട്. അത് സ്പാഷ്യൽ ഡാറ്റ എന്നും ആട്രിബ്യൂട്ട്സ് എന്നും പറയും. സ്പാഷ്യൽ ഡാറ്റ ഈസ് ദ പൊസിഷൻ, ദ ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഫീച്ചർ ഓഫ് ദി എർത്ത് സർഫസ് on the base of longitudinal and latitudinal position. These are correctly marked in the MAM soil preparing. The specific position of the earth surface is the spatial data of the object. Then the additional information along we get from the spatial data is called attributes, and 2 are incorporated for the information collection. ഓക്കെ. അപ്പോൾ ഇനി ചോദ്യം, എക്സ്പ്ലെയിൻ ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. എക്സ്പ്ലെയിൻ ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. എക്സ്പ്ലെയിൻ ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. എക്സ്പ്ലെയിൻ GS എന്ന ഭൂവ്യവസ്ഥ വിശദമാക്കുക. 4 മാർക്കാണ് ഇടുന്നത്. 2 പാർട്ടായിട്ട് തന്നെ എന്താണെന്ന് പറയണം, അതെങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എഴുതണം. അടുത്തത് ഒരു 5 മാർക്കായിട്ട് ഇട്ടേക്കാം. 10 മാർക്ക് തന്നെ കിടക്കട്ടെ. വാട്ട് ആർ ദ 2 kinds of data analyze? What are the 2 kinds of data analyze with GIS? Explain. What are the 2 kinds of data analysis? What are the 2 kinds of data analyze with GIS and explain? വിവരാവസ്ഥ അനുസരിച്ച് ഉള്ള 2 വിവരശേഖരണ രീതി. അതെല്ലാം വിവരശേഖരണ രീതികളെ അവ വിശദമാക്കുക. 15 സ്പാഷ്യൽ ഡാറ്റയും ആട്രിബ്യൂട്ട്സും എഴുതണം. അങ്ങനെ അത് പിന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇന്നത്തേക്ക് കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റൂല. അപ്പോൾ നമ്മൾ ഇതിൽ സ്പാഷ്യൽ ഡാറ്റ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കുന്നത് ഇത് ലോങ്ങിറ്റ്യൂഡിനലിൻ്റെ ലാറ്റിറ്റ്യൂഡിനൽ പൊസിഷൻ, അതാണ് അവിടെ വരുന്നത്. ഇതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളുക. വരാൻ സാധ്യതയില്ല, പടം വരച്ചൊക്കെ പറഞ്ഞെന്നാണ്. ഓക്കെ, ബൈ.